ഈ സ്വർണ്ണപ്പാളി വിഷയത്തിലെ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് അനുകൂല സംഘടനയിലെ നേതാക്കളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തു വിടരുതെന്ന ദേവസ്വം ബോർഡ് ഉത്തരവ് തിരുത്തിയ സെക്രട്ടറി ജയശ്രീയെ നിയമിച്ചത് കോൺഗ്രസ് ബോർഡിന്റെ കാലത്താണ്. UDF പ്രതിനിധികളും ബോർഡിന്റെ പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ, മറ്റൊരു അംഗമായ അജയ് തറയിൽ എന്നിവർ ബോർഡിന്റെ ചുമതലക്കാരായിരുന്ന സമയത്താണ് ജയശ്രീയെ നിയമിച്ചതെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം A. രാഘവൻ പറഞ്ഞു. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായി ചുമതലയേൽക്കുന്നത്. അന്ന് ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനും മറ്റൊരു മെമ്പർ ശ്രീ അജയ് തറയിലുമായി. ഇവർ രണ്ടും UDFൻ്റെ പ്രതിനിധികളായി. 2018 ഒക്ടോബർ 19 2 വർഷം പൂർത്തീകരിച്ച് ഞാൻ മെമ്പർ സ്ഥാനത്തുനിന്ന് പിന്മാറി. ഈ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും മെമ്പറായിരുന്ന ബോർഡിൻ്റെ ചുമതലക്കാരായിരുന്ന സമയത്താണ് ജയശ്രീയെ സെക്രട്ടറിയായി നിയമിച്ചത്. 2018 ഒക്ടോബർ 19 എൻ്റെ കാലാവധി പൂർത്തിയാക്കുകയും ഞാൻ ബോർഡ് മെമ്പർ സ്ഥാനത്തുനിന്ന് ഒഴിയുകയും ചെയ്തു. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഈ പാളികളൊന്നും കൊടുത്തു വിടരുത് എന്ന കൃത്യമായ ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ജയശ്രീ എന്ന് പറയുന്ന ബോർഡ് സെക്രട്ടറി അത് തിരുത്തുകയാണ്, ബോർഡിന്റെ നേതൃത്വം അറിയാതെ. അതിനുശേഷമാണല്ലോ ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതും ഇപ്പോൾ വിവാദമായ സംഭവങ്ങളിലേക്ക് എത്തിച്ചതും. അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നതും അവരെ നിയമിച്ചത് ബോർഡിൽ ആര് ഭരിക്കുന്ന സമയത്താണ് എന്നതും വളരെ കൃത്യമായി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഷാജി, നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? മുരാരി ബാബു, ഒപ്പം തന്നെ ബൈജു, ഇപ്പോൾ ജയശ്രീ, പട്ടിക ഇങ്ങനെ നീളുകയാണ്. ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ പരിസരം എന്താണ് ഷാജി? തീർച്ചയായിട്ടും മനു, ഇപ്പോൾ A. രാഘവൻ പറഞ്ഞ പോലെ അദ്ദേഹം ബോർഡ് മെമ്പറായിരുന്നു. അന്ന് ഇതിൻ്റെ തുടക്കം UDFൻ്റെ അവസാന കാലത്ത് ഇവർ 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് എനിക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കുറച്ചു കാലത്തിന് മുൻപ്. അതോടൊപ്പം തന്നെ അജയ് തറയിൽ, പിന്നെ ഇദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹവും അജയ് തറയിലും കൂടെ ചേർന്നുകൊണ്ടാണ് ജയശ്രീയെ ഇപ്പോൾ ഇതിൻ്റെ സെക്രട്ടറിയായിട്ട്, ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിട്ട് അന്ന് നിയമിച്ചത്. അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. കാര്യം ഇവരൊരു കോൺഗ്രസ് അനുകൂല സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീയാണ് എന്നാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണമല്ല അത് ചെമ്പാണെന്നൊക്കെ വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തുവിടുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിടരുത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ട് പോലും അത് മറികടന്നുകൊണ്ട് കൊടുത്തുവിടുകയും പിന്നീട് ഇത് ചെന്നൈയിൽ കൊണ്ടുപോവുകയും അതിനുശേഷം ഏതാണ്ട് 474.9 ഗ്രാം സ്വർണം മിച്ചം വരികയും അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു എന്ന് ഈ കൊണ്ടുപോയിട്ടുള്ള കമ്പനിയായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്വർണ്ണമൊക്കെ തന്നെ അപഹരിച്ചു കൊണ്ടുപോയത് പോറ്റിയാണ്, അല്ലെങ്കിൽ പോറ്റി ആർക്കു വേണ്ടി അപഹരിച്ചതാണ്, അത് ആർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് ജയശ്രീ ആ സ്ഥാനത്തേക്ക് എത്തിയതെന്നുള്ളതിൽ നിന്നും വളരെ വ്യക്തമാണ്. അതായത് അജയ് തറയിലും അതോടൊപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ ഇരുന്ന സമയത്താണ് ഇവരെ ജയശ്രീയെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗിച്ചതെന്നുള്ളത് തന്നെ നമുക്ക് ഈ കാര്യങ്ങളിലൂടെ തന്നെ വളരെ വ്യക്തമാണ് മനു. തീർച്ചയായും ഷാജി, ഇവിടെ ഗുരുതരമായ കുറ്റമാണ്. കാരണം ബോർഡിന്റെ തീരുമാനം തിരുത്തുകയാണ്, അത് ബോർഡ് നേതൃത്വം അറിയാതെ. എന്നിട്ട് അയ്യപ്പന്റെ വസ്തുവകകൾ മുതൽ ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ഒരു ലോക കള്ളന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. നോക്കൂ, എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ പറഞ്ഞത് ചെയ്തത് ഈ കോൺഗ്രസ് രാഷ്ട്രീയമുള്ള ഈ പറയുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ, ഈ നാട്ടിലെ പ്രതിപക്ഷം അത് സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും തലയിലേക്ക് കൊണ്ടുകെട്ടാൻ എന്തുമാത്രം ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ കഥ മാറുകയാണ്. കഥയുടെ സത്യം എന്താണെന്ന് പുറലോകം മെല്ലെ മെല്ലെ അറിഞ്ഞു തുടങ്ങുകയാണ്. ഷാജി, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ അറിഞ്ഞ ഈ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കാണാൻ കിടക്കുന്നത് ഇതിനപ്പുറമുള്ള വിവരങ്ങളായിരിക്കും, അല്ലേ?
തീർച്ചയായിട്ടും കാര്യം ഇപ്പോൾ ഇതൊന്നും തന്നെ സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല, ദേവസ്വം ബോർഡിൽ തന്നെ ഇതിന് പ്രത്യേകമായിട്ട് അവർ തീരുമാനമെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് കോൺഗ്രസ് അനുകൂല സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന പലരും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിൽ നിന്നും കാര്യങ്ങൾ തന്നെ വ്യക്തമാണ്. വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ്. ഇനി വരും ദിവസങ്ങളിൽ SITയുടെ അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ നടന്നിരുന്നെന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എന്തായാലും അത് നമുക്ക് വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വ്യക്തമാകുന്ന കാര്യം കൂടിയാണ്. ഇതാരാണ് ഈ സ്വർണം കൊണ്ടുപോയത്, ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോയതെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയേണ്ടത്. കാര്യം ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ടും ഈ സ്വർണം പൂർണ്ണമായിട്ടും കൊണ്ടുപോയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഇത് കൊണ്ടുപോയതിന് പിന്നിൽ പരസ്പരം ഒരു കൂട്ടുകച്ചവടം തന്നെയായിരിക്കും. അതാരൊക്കെയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ വ്യക്തമാകേണ്ടതുള്ളത്. അത് വരും ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്.